നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുവ ഡോക്ടർ കാറിനുള്ളിൽ മരിച്ച നിലയിൽ. തമിഴ്നാട് കൊടൈക്കനാലിലാണ് സംഭവം. സ്ഥലത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് MD ചെയ്യുകയായിരുന്ന ഡോക്ടർ ജോഷുവ സാംരാജാണ് മരിച്ചത്. കൊടൈക്കനാലിനടുത്ത് പൂമ്പാറയിൽ 3 ദിവസമായി നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഡോക്ടർ ജോഷുവ മധുരയിലെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്നുവെന്നും വിവരമുണ്ട്. 3 ദിവസമായി അപരിചിതമായ വാഹനം പ്രദേശത്ത് കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കാറിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നതായാണ് ഈ കുറിപ്പിലുള്ളത്. എന്നാൽ മരണത്തിന് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല. പ്രണയബന്ധം തകർന്നതിനെ തുടർന്ന് കടുത്ത നിരാശയിലായിരുന്ന യുവാവെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഡോക്ടർക്ക് കടബാധ്യതകൾ ഉണ്ടായിരുന്നുവെന്നും ഇതാണോ ജീവനെടുക്കാൻ കാരണമെന്ന് സംശയമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഓൺലൈൻ ഗെയിമിലൂടെയാണ് പണം നഷ്ടപ്പെട്ടതെന്ന ചില പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളുണ്ടെന്നും എന്നാൽ ഇക്കാര്യത്തിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. കാറിനുള്ളിലിരുന്ന് IV ഫ്ലൂയിഡ് ശരീരത്തിൽ കുത്തിവെച്ചാണ് മരണപ്പെട്ടതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂവെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടെ നിലമ്പൂർ വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രദേശവാസിയായ വിനീഷിനെ അറസ്റ്റ് ചെയ്തു. നരഹത്യാ കുറ്റം ചുമത്തിയാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവാണ് കഴിഞ്ഞ ദിവസം വേലിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. ഫുട്ബോൾ കളിച്ച ശേഷം മടങ്ങി വരുമ്പോഴായിരുന്നു ഈ ഒരു ദാരുണ അപകടം. വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായി കേബിൾ വഴി ബന്ധിപ്പിച്ച കമ്പിയിൽ നിന്ന് ഷോക്ക് കേൾക്കുകയായിരുന്നു. വേലിയിൽ നിന്ന് വൈദ്യുതി എടുക്കുവാൻ വേണ്ടി സ്ഥാപിച്ച കമ്പിയിൽ നിന്നാണ് അപകടമുണ്ടായതെന്നാണ് FIR-ൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് അപകടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയാണെന്നും FIR-ൽ പറയുന്നു. അനന്തു അപകടത്തിൽപ്പെട്ടത് കാൽ വൈദ്യുതി കമ്പിൽ തട്ടിയതോടെയാണെന്നും FIR-ൽ പറയുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിത 105 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അനന്തുവിന്റെ ബന്ധു സുരേഷിന്റെ പരാതിയിലാണ് അറസ്റ്റ്. അനന്തുവിനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ സുരേഷിനും ഷോക്കേറ്റിരുന്നു. മരിച്ച അനന്തുവിന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകനാണ് സുരേഷ്. സമീപത്തെ തോട്ടിൽ മീൻ പിടിക്കുവാൻ പോയപ്പോഴായിരുന്നു അനന്തുവിനും മറ്റു 2 വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ ദിവസം ഷോക്കേറ്റത്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മറ്റു 2 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഇവരുടെ ബന്ധുക്കൾ അറിയിക്കുന്നത്. അനന്തുവിന്റെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത്. തുടർന്ന് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതേസമയം ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ച് പന്നിക്കണി സ്ഥാപിക്കുന്നതായി 7 മാസം മുൻപ് തന്നെ KSEBക്ക് പരാതി നൽകിയിരുന്നുവെന്നും അവർ തിരിഞ്ഞു നോക്കാത്തതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നുമാണ് പ്രദേശവാസികളുടെ ആരോപണം. എല്ലാവരുടെയും കൺമുന്നിലാണ് മോഷണം നടക്കുന്നത്. ആരോട് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. പന്നിയെ പിടിക്കാനാണ് കെണിവെക്കുന്നത്. ഭൂമി ഉടമസ്ഥൻ ഇതുമായി ബന്ധമില്ല. 5 കുട്ടികളുണ്ടായിരുന്നു. ഷോക്കേറ്റ ഒരു കുട്ടി എൻ്റെ വീട്ടിലേക്ക് ഓടി വന്നു. 3 കുട്ടികൾ വെള്ളത്തിൽ കിടക്കുകയായിരുന്നു. ഒരാൾ കരയിലുണ്ടായിരുന്നു. കമ്പ് ഉപയോഗിച്ച് ഒരു കുട്ടിയെ വെള്ളത്തിൽ നിന്ന് മാറ്റി. ഞാൻ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞ് ഫ്യൂസ് ഊരിയ മാറ്റിയ ശേഷം മറ്റു കുട്ടികളെ സ്ഥലത്തു നിന്ന് മാറ്റി. മരിച്ച കുട്ടി മുഖമിടിച്ചാണ് വീണത്. പ്രദേശവാസിയായ ശ്യാമാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇറച്ചിക്കായി പന്നി പിടിക്കുവാൻ ഇവിടെ ബിസിനസ്സാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കുട്ടി ഷോക്കേറ്റ് മരിച്ച തോടിന്റെ ഒരു വശത്ത് കാടും മറുവശത്ത് കൃഷിഭൂമിയുമാണ്. ഇതിനു മുൻപ് ഒരാൾ ഷോക്കേറ്റ് മരിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. KSEB ലൈൻ പ്ലാസ്റ്റിക് കേബിൾ കൊണ്ട് കവറിംഗ് നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടന്നില്ല. ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണെങ്കിലും കെണി വച്ചിരിക്കുന്നത് ആരും ശ്രദ്ധിക്കില്ല. മീൻ പിടിക്കുവാനായി കുടുംബത്തോടെ പലരും എത്തുന്ന സ്ഥലമാണ്. വൈദ്യുതി മോഷ്ടിച്ച് ഇത്രയും ദൂരം ലൈൻ വലിക്കുന്നത് ആദ്യമായാണെന്നും 1/2 കിലോമീറ്ററോളം നീളത്തിൽ വയർ വലിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. സർക്കാരിന്റെ വീഴ്ചയാണ് കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയതെന്ന് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. വൈദ്യുതി കെണികൾക്ക് KSEB മൗനാനുവാദം നൽകിയിട്ടുണ്ട്. ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുഃഖകരമായ സാഹചര്യമാണെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. നിലമ്പൂരിൽ റോഡ് ഉപരോധിച്ച് UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. വിനീഷ്, കുഞ്ഞു മുഹമ്മദ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കാട്ടുപന്നിയുടെ ഇറച്ചിക്ക് വേണ്ടിയാണ് കെണിയൊരുക്കിയിരുന്നത്. പ്രതികളായ ഇരുവരും സ്ഥിരം കുറ്റവാളികളാണെന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് വഴിക്കടവ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രതി വിനീഷിനെതിരെ നേരത്തെയും കേസുകളുണ്ട്. കെണി വെച്ച് മൃഗങ്ങളെ പിടിക്കുന്നത് പ്രതിക്ക് ഹോബിയാണെന്നും ഒപ്പം കൂട്ടുകാരുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഉത്തരവാദി സ്വകാര്യ വ്യക്തിയെന്ന് KSEB ആരോപിച്ചു. സ്വകാര്യ വ്യക്തി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്നാണ് നിലമ്പൂർ വഴിക്കടവിൽ 3 കുട്ടികൾക്ക് ഷോക്കേൽക്കുകയും ഒരു കുട്ടി മരണമടയുകയും ചെയ്ത ദാരുണ അപകടമുണ്ടായത്. KSEBയുടെ സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ചെടുത്ത് വയർ ഉപയോഗിച്ചും ചിലയിടത്ത് ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പികൾ ഉപയോഗിച്ചും ലൈൻ വലിച്ചിരിക്കുകയായിരുന്നു. തോട്ടിലൂടെ വലിച്ച വയറിൽ നിന്നും മീൻ പിടിക്കുന്ന കുട്ടികൾക്കാണ് അപകടം സംഭവിച്ചത്.
ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ KSEB നിരന്തര ബോധവൽക്കരണം നടത്താറുള്ളതാണ്. കാർഷിക വിള സംരക്ഷണത്തിനായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അപേക്ഷ നൽകി അനുമതിയോടെയുള്ള വൈദ്യുതി വേലി മാത്രമേ സ്ഥാപിക്കാവൂ. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ സ്റ്റാൻഡേർഡ് IS സെക്ഷൻ 76 പാർട്ട് 2 പ്രകാരം ഇമ്പൾസ് ജനറേറ്ററുള്ള ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഇലക്ട്രിക് ഫെൻസ് എനർജൈസേഴ്സ് മാത്രമേ ഉപയോഗിക്കാവൂ. വൈദ്യുത വേലികൾക്ക് വേണ്ടി അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്നത് 2003 ഇലക്ട്രിസിറ്റി നിയമം ഭാഗം 14 വകുപ്പ് 135(1) പ്രകാരം നിയമവിരുദ്ധവും 3 വർഷം വരെ തടവും പിഴയും രണ്ടും കൂടിയോ ചുമത്താവുന്ന കുറ്റമാണ്. സ്വകാര്യ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ കാട്ടിയ നിയമലംഘനത്തിന് KSEBയെ പഴി പറയുന്നത് തികച്ചും വാസ്തവ വിരുദ്ധവും അപലപനീയവുമാണെന്നാണ് ബോർഡ് വ്യക്തമാക്കിയത്. സംഭവം ദാരുണവും വേദനാജനകവുമാണെന്നാണ് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്. സംഭവത്തിൽ കേസിലെ പ്രതി ബിനീഷ് പോലീസ് പിടിയിലായി കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നുവെന്നത് ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഈ സമയത്ത് കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പമാണ് നാം നിൽക്കേണ്ടത്. കുട്ടിക്ക് ഷോക്കേറ്റ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്നത് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കും. ഇക്കാര്യത്തിൽ സത്യം താമസിക്കാതെ തന്നെ എല്ലാവരും ബോധ്യപ്പെടുത്തുന്നതാണ്. ഇതിന്റെ പേരിൽ സമരാഭാസം നടത്തുന്നവരെ ജനം തിരിച്ചറിയുമെന്നത് തീർച്ചയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ബിനീഷാണ് മുഖ്യപ്രതി, കുഞ്ഞുമുഹമ്മദ് രണ്ടാം പ്രതിയാണ്. കെണി സ്ഥാപിച്ചത് താനാണെന്നും പന്നി പിടിക്കാനാണ് ഇത് ചെയ്തതെന്നും ബിനീഷ് പോലീസിനോട് പറഞ്ഞതായാണ് വിവരം. നേരത്തെയും ബിനീഷ് സമാനമായ രീതിയിൽ പന്നി പിടികൂടിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. വിൽപ്പനയ്ക്കായാണ് ഇയാൾ പന്നികളെ ഇത്തരത്തിൽ പിടികൂടിയിരുന്നത് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. ഇതേ വിവരങ്ങളാണ് നാട്ടുകാർ പങ്കുവച്ചിട്ടുള്ളത്. ബിനീഷും കുഞ്ഞുമുഹമ്മദും നാട്ടിലെ സ്ഥിരം കുറ്റവാളികളാണ്. 8 മാസം മുൻപ് സമാനമായ രീതിയിൽ ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിയാണ് മരിച്ചത്. പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഇയാൾ മരിച്ചത്. പ്രദേശത്ത് മിക്കയിടങ്ങളിലും ഇവർ ഇത്തരം കെണികൾ വെച്ചിട്ടുണ്ടെന്നും ഇതിൽ വീഴുന്ന മൃഗങ്ങളെ വിറ്റ് കാശാക്കുന്നതാണ് ഇവരുടെ സ്ഥിരം പരിപാടിയെന്നും നാട്ടുകാർ പറയുന്നു. അതേസമയം ലഹരിക്ക് അടിമകളായ ഇവർ ഏതു രീതിയിൽ പ്രതികരിക്കുമെന്ന ഭയത്തിൽ പോലീസിൽ പരാതിപ്പെടുവാൻ പോലും നാട്ടുകാർ തയ്യാറായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തോടെ നാട്ടുകാർ കാര്യങ്ങൾ പോലീസുമായി പങ്കുവച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ബിനീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇന്ന് രാവിലെയോടെയാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.